ബോൺമൗത്ത് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇറയോള വേഴ്സസ് മൈക്കിൾ കാരിക്. അതേപോലെ തന്നെ ബ്രൂണോയ്ക്ക് എത്ര അസിസ്റ്റ് എടുക്കാൻ പറ്റും ഈ ഗെയിമിൽ നിന്ന് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മാച്ച് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് യുണൈറ്റഡ് ഫാൻസിന്. പിന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നൊരു സംഭവം, അടുത്ത 23 ദിവസം, ഈ മാച്ച് കഴിഞ്ഞാൽ അടുത്ത 23 ദിവസം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിച്ചിലിറങ്ങുന്നതല്ല. അത് നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും അതുകൊണ്ട് തന്നെ ഈ മാച്ചിൻ്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ഒന്നും ഞാൻ അങ്ങനെ വലിച്ചു നീട്ടി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ സ്പോട്ടിൽ കയറാൻ നിൽക്കുന്ന ടീമാണ്, അല്ലെങ്കിൽ ഉള്ള ടീമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മാച്ചിൻ്റെ റിസൾട്ടായിരിക്കും അടുത്ത 21 ദിവസം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയൊക്കെ മൂഡ് നിയന്ത്രിക്കാൻ പോകുന്നത്. പിന്നെ ലിവർപൂൾ, ചെൽസി, ആസ്റ്റൺ വില്ല എന്നീ ടീമുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്ന് താഴെ വീഴണേ എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ പ്ലേയേഴ്സായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മതി. അത് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇനി നമുക്ക് മാച്ചിലോട്ട് വരാം. സ്വാഭാവികമായിട്ടും ബോൺമൗത്ത് ഒരു ഡേഞ്ചറസ് ടീമാണ്. എന്തുകൊണ്ട് ഒരു ഡേഞ്ചറസ് ടീം ആവുന്നു, അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ ഇവർ ടാക്ടിക്കലി നമ്മൾക്കെതിരെ സെറ്റപ്പ് ചെയ്യും, എങ്ങനെ നമ്മൾക്ക് ബോൺമൗത്തിനെതിരെ ജയിക്കാം, ടാക്ടിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചുകൊണ്ട് എങ്ങനെ ജയിക്കാൻ പറ്റും, എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് ആരൊക്കെയാണ്, എൻ്റെ പ്രിഡിക്റ്റ് ലൈനപ്പ് എന്താണ്, പിന്നെ സ്കോർ പ്രിഡിക്ഷൻസ് എന്താണ്, ഇതൊക്കെയായിരിക്കും ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിലേറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടാക്ടിക്കൽ ബോർഡിൽ എങ്ങനെ നമ്മൾക്ക് ബോൺമൗത്തിനെതിരെ കളിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ റെസ്റ്റ് ഡിഫൻസ് എന്നുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും വീഡിയോ തുടങ്ങുന്നതായിട്ട് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ലൈക്ക് ദ വീഡിയോ, കോമൻറ്റ് യുവർ ഒപ്പീനിയൻസ്, പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ദിസ് ഇസ് മിറാജ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. വെൽക്കം ടു ദ മാച്ച് പ്രിവ്യൂ. അപ്പോൾ ഏത് മാച്ച് പ്രിവ്യൂവിന് മുമ്പും ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒപ്പോണൻസ് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ബോൺമൗത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ബോൺമൗത്ത് ആർ എ ഡേഞ്ചറസ് ടീം. നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഒരു ഡേഞ്ചറസ് ടീം? കാരണം ഇവർ പിച്ചിൽ കൺട്രോളിന് പകരം ഒരു കെയോസ് സൃഷ്ടിക്കാൻ നോക്കുന്ന ഒരു ടീമാണ്. പിന്നെ കെയോസിന് പറ്റിയ ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം നമ്മൾക്ക് കെയോട്ടിക് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ കളിക്കുന്ന ടീമാണ് കയോട്ടിക് ഫുട്ബോൾ. അത് ആൾക്കാർക്ക് തലവേദന കൊടുക്കും അല്ലെങ്കിൽ നെഞ്ചുവേദന കൊടുക്കും നമ്മുടെ പ്ലേയേഴ്സ് നോക്കില്ല. പക്ഷേ കയോട്ടിക് ഫുട്ബോൾ കളിച്ച് ഡ്രാമാറ്റിക് ആക്കാൻ നമ്മളെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു മിക്സ് ഓഫ് കയോട്ടിക് ടീംസാണ് രണ്ട് ടീമും. ഇതിൽ ആര് ജയിക്കും തോൽക്കും സമനിലയാവും എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ട് ബോൺമൗത്തിനെതിരെ ഇതൊരു കയോട്ടിക് ഫുട്ബോൾ ആവാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊരു ഡേഞ്ചർ ഗെയിം ആവും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ബോൺമൗത്ത് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ തോറ്റിട്ടില്ല. 4 ഡ്രോ, 1 വിജയം. അതിൻ്റെ കൂടെ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിന്നും ഫോമിലാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു സമനില ഗെയിം ആവാനല്ലേ കൂടുതൽ ചാൻസ് എന്നുള്ളതാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ മൈൻഡിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറയോള പറഞ്ഞ കോച്ചാണ്. കാരണം ഈ ഇറയോള പറഞ്ഞ കോച്ച് മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നെക്സ്റ്റ് കോച്ച് ആവാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു ആളാണ്. അതുകൊണ്ട് തന്നെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുള്ള ഒരാൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ കയ്യിലുള്ള എല്ലാ വജ്രായുധങ്ങളും അയാൾ പ്രയോഗിക്കും. സ്വാഭാവികമാണ്, അയാൾക്ക് ഈ കളി ജയിച്ചേ പറ്റൂ. അപ്പോൾ ഇതൊരു മൈക്കിൾ കാരിക് വേഴ്സസ് ഇറയോള കോമ്പറ്റീഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട് ടാക്ടിക്കലി. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, ഡു യു വോണ്ട് ടു സീ മൈക്കിൾ കാരിക് ഓർ ഇറയോള അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നെക്സ്റ്റ് സീസൺ? കോമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ബിലോ. ഇനി ബോൺമൗത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ. ബോൺമൗത്ത് ഒരു 4-2-3-1 ഷേപ്പിൽ സെറ്റപ്പ് ചെയ്യുന്നൊരു ടീമാണ്. അവർ മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്യുന്ന ടീമാണ്. 90 മിനിറ്റ്സും മാൻ ടു മാൻ മാർക്കിംഗ് ആണ് അവർ ചെയ്യാറ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിനെ അവർ ശ്വാസം മുട്ടിക്കും. അതായത് അവർക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് വരുത്താൻ എളുപ്പമാണ്. ബേസിക്കലി നമ്മളൊരു 1-2-3 ടച്ച് ബോളിന് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മളൊന്ന് സ്ലോ ആവുകയാണ് ബിൽഡപ്പിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഓഫ് ദി പിച്ചിലൊക്കെ സ്ലോ ആവുകയാണെങ്കിൽ ബോൺമൗത്ത് ചാടി വന്ന് പന്തെടുത്ത് ഗോളടിക്കും. പിന്നെ അവർക്ക് ഈ ചുമ്മാ ടിക്കി ടാക്കിയൊന്നും അവർക്ക് പറ്റൂല. അതായത് അവർക്ക് ഈ സൈഡ് വൈസ് പാക്കിങ്ങൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർ ഡയറക്റ്റ് ഫുട്ബോളാണ്. ഫ്രം ട്രാൻസിഷൻ അല്ലെങ്കിൽ ഫ്രം ഡിഫൻസ് ടു ട്രാൻസിഷൻ ടു അറ്റാക്ക്, ആ ഒരു മോഡാണ് ബോൺമൗത്ത് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് 100% എഫേർട്ട്, 100% കോൺഫിഡൻസ്, 100% ടാക്ടിക്കൽ നോളജ് വെച്ച് കളിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റുള്ളൂ, ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബോൺമൗത്ത് പറഞ്ഞ ടീം സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തരുന്ന ടീമാണ്, എസ്പെഷ്യലി അവരുടെ ഗ്രൗണ്ടിൽ. നമ്മൾ അവിടെ പോയിട്ട് എപ്പോഴും സ്ട്രഗിൾ ചെയ്യാറാണ് പതിവ്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ജയിച്ചത് ഒരു കസമീറോൻ്റെ ഒരു സിംഗിൾ ഗോളിലാണ് ലാസ്റ്റ് നമ്മൾ ബോൺമൗത്തിനെതിരെ ഒരു 3 കൊല്ലം മുമ്പോ 4 കൊല്ലം മുമ്പാണ് നമ്മൾ ജയിച്ചത്. അതിനുശേഷം നമുക്കവിടെ ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും ഒരു ഫാക്ടറാണ് ഇതിൽ. സോ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ എക്സ് ഫാക്ടർ പ്ലേയേഴ്സ്, ബോൺമൗത്തിൻ്റെ എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് ക്രൂപ്പി.
പേസിന് പേസ്, ടാക്ടിക്കൽ നോളേജ്, അവെയർനെസ്, പിന്നെ ഇൻറ്റൻസിറ്റി, ഡിഫെൻസീവിലും അല്ലെങ്കിൽ ഒഫെൻസീവിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. പിന്നെ ഒരു പ്രോപ്പർ ഫുട്ബോളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫുട്ബോൾ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ബാങ്ങേഴ്സ് ഗോൾ അടിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് ക്രൂപ്പി. നമ്മളത് പല വട്ടം കണ്ടതാണ്. ടൈറ്റ് ആംഗിളാണോ ഈസി ആംഗിളാണോ ഹീ ഡോണ്ട് കെയർ, അവൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഗോളാണ്. അതുകൊണ്ട് തന്നെ അവരധികം സ്പേസ് കൊടുക്കാതിരിക്കുക. പിന്നെ ട്രാൻസിഷനിൽ എസ്പെഷ്യലി മെഗ്വർ ആൻഡ് യോറോ അവന് ഉള്ള അഡ്വാൻറ്റേജ് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഹീ ഈസ് വൺ ഡേഞ്ചർ പ്ലെയർ. അടുത്ത ഒരു എക്സ് ഫാക്ടർ ഡേഞ്ചർ പ്ലെയർ ബോർൺമൗത്തിൻ്റെ സൈഡിൽ നിന്ന് ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എവൻ നിൽസൺ. കാരണം ട്രിക്കറിയാണ്, 1-on-1 ബീറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പേസ് ഉണ്ട്, കൗണ്ടർ അറ്റാക്കിങ്ങിൽ ലീത്തലാണ് മൂപ്പര്. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഒപ്പീനിയനിൽ അവരുടെ ഡേഞ്ചറസ് പ്ലേയേഴ്സ്, എക്സ് ഫാക്ടർ പ്ലേയേഴ്സ്, നമുക്ക് ഡേഞ്ചറായിട്ട് വരുന്ന പ്ലേയേഴ്സ്. ഇനി നമ്മുടെ സൈഡിൽ നിന്നും ആരാണ് നമ്മുടെ എക്സ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കളി ജയിപ്പിക്കാൻ പറ്റിയ പ്ലേയേഴ്സ്? ഫസ്റ്റ് നെയിം ഇറ്റ്സ് നൺ അതർ ദാൻ ബ്രൂണോ ഫെർണാണ്ടസ്. എല്ലാ സീസണിലും നമ്മുടെ ടാലിസ്മാൻ, നമ്മുടെ ടീമിനെ മൂപ്പരുടെ ഷോൾഡറിലേറ്റി കൊണ്ടുപോകുന്നൊരു വ്യക്തി. തീർച്ചയായിട്ടും ഈ സീസണിലെ വൺ ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ പ്ലെയർ ഓഫ് ദ സീസൺ. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അത് ഇതെന്നൊക്കെ പറയും, പക്ഷേ ഐ ഡോണ്ട് കെയർ. കാരണം ബ്രൂണോ ഈസ് ബ്രൂണോ. അതിന് പകച്ചു വയ്ക്കാൻ വേറൊരു മനുഷ്യൻ ഈ പ്രീമിയർ ലീഗിലില്ല, ഉള്ള കാര്യം പറയാം. കാരണം ബ്രൂണോൻ്റെ ക്രിയേറ്റിവിറ്റി ഈ കളിയിൽ ഒരു ഫാക്ടറായിട്ട് മാറും, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും നമുക്ക്. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു പ്ലെയർ കൂടി പിക്ക് ചെയ്തിട്ടുണ്ട്, ഹൂ ഈസ് അവർ ബെഞ്ച് അമിൻ സെസ്കോ. യെസ്, നമ്മുടെ സ്വന്തം സെസ്കോ കുട്ടൻ. സെസ്കോൻ്റെ ഹൈറ്റ് ഈ ഗെയിമിൽ നമുക്കൊരു അഡ്വാൻറ്റേജായി മാറും, എസ്പെഷ്യലി ബോൺമൗത്തിൻ്റെ പ്രസ് ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് സെസ്കോൻ്റെ ഹൈറ്റ് നമ്മുടെ ബോൺമൗത്തിൻ്റെ പ്രസ് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുക? അത് പറ്റും, അത് ടാക്ടിക്കൽ ബോർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സെസ്കോ ബ്രൂണോ നമ്മുടെ എക്സ്പെക്ടർ പ്ലേയേഴ്സ് ആണോ? ക്രൂപ്പി എത്ര ഡേഞ്ചറസ് ആണ്? അതിൻ്റെ കൂടെ തന്നെ മൈക്കിൾ കാരിക്, ഇറയോല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ നമ്മൾ ബോൺമൗത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, അവരുടെ റെക്കോർഡ് പറഞ്ഞു, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഞാൻ കൊണ്ടുവരുന്ന ഒരേ ഒരു ചേഞ്ച്, അമാദ് ബെഞ്ച് പോവും എന്നിട്ട് സെസ്കോ വരും. കാരണം ഈ കളിയിൽ അമാദിനുള്ളതിനെക്കാട്ടും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് സെസ്കോക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള റീസൺസ് ഞാൻ ഇവിടെ പറയാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഐ വോണ്ട് ടു നോ വാട്ട് ഈസ് യുവർ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആൻഡ് ഐ വോണ്ട് ടു നോ ഏത് പ്ലെയറാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടാക്ടിക്കൽ ബോർഡ്. കാരണം എങ്ങനെ നമ്മൾക്ക് ബോൺമൗത്തിനെ ബീറ്റ് ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെസ്റ്റ് ഡിഫൻസ് എന്താണെന്നുള്ളതും ഞാനിവിടെ പറയാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ടാക്ടിക്കൽ ബോർഡ്. ഒബ്വിയസ്ലി നമ്മുടെ റെഡ് ആണ്, ഇത് ബോൺമൗത്ത് ഗ്രീൻ ആണ്. സോ നമ്മുടെ ഇവിടെ 11 പന്തുള്ളപ്പോൾ ദേ ഓൾ പ്രസ് ഹൈ. അതായത് ഓരോ ബോൺമൗത്ത് പ്ലെയറും നമ്മുടെ ഹൈ ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ദിസ് വിൽ ബി ഹിയർ. ഇങ്ങനെയായിരിക്കും പ്രസ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഒട്ടുമിക്ക എല്ലാ പ്ലെയേഴ്സും നമ്മുടെ മാൻ മാർക്ക്ഡ് ആണ്. അതിലാകെ ഒരു മാൻ മാർക്ക് ചെയ്യപ്പെടാത്തൊരു പ്ലെയർ മേ ബി ഈ സെൻട്രലുള്ളൊരു പ്ലെയർ ആയിരിക്കും. മേ ബി ഹീ ക്യാൻ മൂവ് അറൗണ്ട്. പക്ഷേ എന്നാലും ബോൺമൗത്തിൻ്റെ പ്ലെയേഴ്സ് ആർ വെരി അഗ്രസീവ്, ബോൺമൗത്തിൻ്റെ പ്ലെയേഴ്സ് ആർ വെരി ഫാസ്റ്റ്. ഈ പ്ലെയറുടെ ഒറ്റ മൂവ്മെൻറ്റിൽ ദിസ് പ്ലെയർ വിൽ ബി ഹിയർ ആൻഡ് ദിസ് പ്ലെയർ വിൽ ബി ഹിയർ. അതുകൊണ്ട് തന്നെ നമ്മുടെ എങ്ങനെയൊക്കെ നമ്മൾ പാസ് കൊടുക്കാൻ നോക്കിയാലും അതൊക്കെ ബോൺമൗത്ത് എടുത്തിരിക്കും. ഇൻ ദ സെൻസ് അഗ്രസീവ് പ്രസ്സിങ്ങിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബോൺമൗത്ത് പന്ത് എടുത്തിരിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെസ്കോ എന്ന പ്ലെയറുടെ ഇമ്പോർട്ടൻസ്. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സ്ട്രൈക്കർ എന്ന് വിചാരിക്കുക. സോ ലെറ്റ്സ് സേ ബ്രൂണോ ഇസ് ഹിയർ ആൻഡ് ലെറ്റ്സ് സേ കസമിറോ ഇസ് ഹിയർ. നമ്പേഴ്സ് നോക്കണ്ട, ഐ എം ജസ്റ്റ് പ്ലേസിങ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ പൊസിഷൻസ്. മേ ബി മെയിൻ ഇവിടെ ആയിരിക്കും. സോ ഇവരുടെ ഇങ്ങനെ ഹൈ പ്രസ്സിങ്ങിൽ സോ ലെറ്റ്സ് സേ നമ്മുടെ സെസ്കോ ഇവിടെ ഉണ്ട് വിചാരിക്കാം. ഇതാണ് നമ്മുടെ നമ്പർ 9 ആൻഡ് ദർ ഈസ് അമാദ് ഓർ കുനിയ ഓർ എംബുമോ ഹിയോ ലെറ്റ്സ് സേ. സോ ഈ മൊമെൻറ്റിൽ നമ്മുടെ ഈ രണ്ട് പ്ലേയേഴ്സ്, അതായത് സെസ്കോ, നമ്മുടെ ഒരു വിങ്ങർ ആൻഡ് ബ്രൂണോ, ഈ 3 പ്ലെയേഴ്സ് വിത്ത് ഇവരുടെ ഈ 2 പ്ലെയേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി വാട്ട് വി നീഡ് ടു ഡു, ഇവരുടെ പ്രസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ലാമൻസ് ലോങ് ബോൾ ടു സെസ്കോ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കണം ലാമൻസിന് ലോങ് ബോൾ വരേണ്ടത്. നമ്മളിത് ഓൾറെഡി ലിവർപൂളിനെതിരെ അമോറിമിൻ്റെ അണ്ടറിൽ കണ്ടതാണ്. സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യുക, ഫസ്റ്റ് ബോൾസ് വിൻ ചെയ്യുക. സോ വാട്ട് നീഡ്സ് ടു ഹാപ്പൻ, ഇത്ര നമ്മൾ ക്ലോസ് കോമ്പാക്റ്റിൽ നിൽക്കുന്ന സമയത്ത് വി ഹാവ് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഈ ഒരു സ്ഥലത്ത്. ഈ ഒരു ഏരിയ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ബോൺമൗത്ത് ആർ നോട്ട് ദാറ്റ് ഗുഡ് നമ്മൾ പ്രസ് ചെയ്യുന്ന പോലെ. അവരുടെ പ്രസ്സിൽ നമുക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു വഴിയുള്ളൂ. കാരണം ഡോണ്ട് പ്ലേ ത്രൂ ദം, ഇവരുടെ ഇടയിൽ കൂടെ കളിക്കാൻ നിൽക്കരുത്. യു ഹവ് ടു ഗോ സ്ട്രേറ്റ്, ലോങ് പോകണം ലാമൻസിൻ്റെ സൈഡിൽ നിന്ന്. ദ മൊമെൻറ്റ് ലാമൻസ് ഗോ ലോങ്, ഇവിടെ സെസ്കോ ഹാസ് ടു വിൻ ദ ഡ്യുവൽസ്. ഫസ്റ്റ് ഡ്യുവലോ
അല്ലെങ്കിൽ സെക്കൻഡ് ഡ്യുവൽസ് വിൻ ചെയ്യാനായിട്ട് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളതിൽ ഇവിടെ പ്ലേയേഴ്സ് ഉണ്ടാവും. പക്ഷേ ഡ്യുവൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബോൾ വിൽ ഗോ ടു ലെറ്റ്സ് എ ബ്രൂണോ. ഇവിടുന്ന് നേരെ സെസ്കോൻ്റെ കയ്യിൽ നിന്നുള്ള ബോൾ പോകുന്നത് ബ്രൂണോയിലോട്ടാണ്. ഈ ഒരു മൊമെൻറ്റിൽ അവർ വിങ്ങേഴ്സ് വിൽ ബി ബിഹൈൻഡ് ദർ ഡിഫെൻസ്. ഈ ഒരു മൊമെൻറ്റിൽ ആ ഒരൊറ്റ മൊമെൻറ്റിലാണ് ബ്രൂണോൻ്റെ ക്രിയേറ്റിവിറ്റി വരുന്നത്. ഇതൊരു ലോങ് ബോൾ ഓർ എ സ്വിച്ച് ടുവേർഡ്സ് ദിസ് ഏരിയ ആൻഡ് വി ക്യാൻ സ്കോർ ഗോൾസ്. ഇതാണ് നമ്മൾ ബോൺമൗത്തിനെ പ്രസ് ചെയ്യാതെ എങ്ങനെ ബോൺമൗത്തിൻ്റെ പ്രസ്സിനെ ബീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നത്. ലോങ് ബോൾ ടു സെസ്കോ ആൻഡ് യൂസ് ബ്രൂണോസ് ക്രിയേറ്റിവിറ്റി ടു ഫൈൻഡ് ദ വിങ്ങേഴ്സ് ടു സ്കോർ ഗോൾ. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മുടെ റെസ്റ്റ് ഡിഫൻസിൻ്റെ ഇഷ്യൂസാണ്. അതായത് യൂഷ്വലി നമുക്കറിയാം നമ്മുടെ പ്ലെയേഴ്സ് അഗ്രസീവായിട്ട് നമ്മുടെ അറ്റാക്കിംഗ് പൊസിഷനിൽ പോകുമ്പോൾ ഒരു ഒപ്പോണൻസ് കീപ്പ് ചെയ്യുന്ന ഷേപ്പ് പൊതുവെ 5-4-1 ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ബോൺമൗത്ത് ഇങ്ങനെ ചെയ്യുന്നൊരു ടീമല്ല. ബോൺമൗത്ത് യൂഷ്വലി ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ 2 അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ ക്ലോസിൽ നിർത്തും. ബേസിക്കലി ഇങ്ങനെ ഒരു ഓപ്ഷനാണ് അവർ കീപ്പ് ചെയ്യാറ്. എന്നിട്ട് ഇവരുടെ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 4-4-2 ഷേപ്പിലാണ് ഇവർ നിൽക്കാറ്. ഇനി ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചർ മൊമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ പന്തുണ്ടെങ്കിൽ, ലെറ്റ്സ് നമ്മുടെ കയ്യിലാണ് പന്തെന്ന് വിചാരിക്കാം, ആൻഡ് വി ലൂസ് ദിസ് ബാറ്റിൽ ഹിയർ. കാരണം ഇവർക്ക് ഇവിടെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് വി ലൂസ് ദിസ് ബാറ്റിൽ ഹിയർ. ഇവരുടെ ഒരൊറ്റ പാസ് ദേ വിൽ ഫൈൻഡ് ഇതർ ഹിയർ, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ളൊരു പാസിൽ ദേ ക്യാൻ ഫൈൻഡ് ക്രൂപ്പി ഓർ അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള എവൻ നിൽസൺ. ഈ ഒരു മൊമെൻറ്റിൽ ഐ ഡോണ്ട് തിങ്ക് മെഗ്വയർ ആൻഡ് യോറോ വിൽ ക്യാച്ച് ദം. അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ ഫൈൻഡ് എ ഗോൾ ഈസിലി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റ് ഡിഫെൻസിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഞാനാണെങ്കിൽ വാട്ട് ഐ വോണ്ട് കാരിക് ടു ഡു ബേസിക്കലി ഹിയർ, നമുക്കറിയാം നമ്മുടെ കയ്യിൽ പൊതുവെ പന്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. സോ വാട്ട് ഐ വോണ്ട് ടു സീ, അവരുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഐ വോണ്ട് ടു സീ ഈതർ ഇവിടെ നിൽക്കുന്ന ഡാലോ അല്ലെങ്കിൽ നമ്മുടെ ലൂക്ക് ഷോ, ഇതിലൊരാൾ വി നീഡ് ടു മേക്ക് എ 3-man റെസ്റ്റ് ഡിഫെൻസ്. എന്നിട്ട് ഐ വോണ്ട് കസമീറോ ഓർ കോബി ടു ഡ്രോപ്പ് ഇൻ ബിറ്റ്വീൻ ഇവിടെ. ആൻഡ് അവർ സ്ട്രക്ചർ ഹാസ് ടു ബി ലൈക്ക് ദിസ്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നൗ വാട്ട് വിൽ ഹാപ്പൻ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെറ്റ്സ് എ ഇവിടെ നമ്മുടെ അടുത്ത് ബോൾ ഉണ്ട്, നമ്മൾ ഇവിടുന്ന് ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാലും ലെറ്റ്സ് എ അവിടെ നമ്പർ 8 ബോൾ കിട്ടി. ഇഫ് ദേ ട്രൈ ടു ഫൈൻഡ് ബോത്ത് ദെയർ അറ്റാക്കിംഗ് പ്ലേസ്, അതായത് ക്രൂപ്പി ഓർ എവൻ നിൽസൺ, വി ഹാവ് എ 3-man ഡിഫെൻസ്. അതായത് പന്ത് ഇവിടെ പോയാലും യു ക്യാൻ ബ്ലോക്ക് ഹിം, അതല്ല പന്ത് ഇവിടെ പോയാലും യു ക്യാൻ ബ്ലോക്ക് ഹിം. സോ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ റെസ്റ്റ് ഡിഫെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് വൺ മെത്തേഡ്. എനിക്ക് തോന്നുന്നത് വി ക്യാൻ ബ്ലോക്ക് ബോൺമൗത്തിൻ്റെ ട്രാൻസിഷൻ അറ്റാക്കിംഗ് ഫുട്ബോൾ. ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ, അതായത് സ്കോർ പ്രിഡിക്ഷൻ. അപ്പോൾ എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ ഇസ് 2-2. ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ ഇസ് 2-2. ഒരു ഡ്രോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബോൺമൗത്ത് വളരെ ഈസിയാക്കി തരില്ല. പിന്നെ അവരുടെ റീസൺ ഫോം എടുത്താലും നമ്മളുടെ എവേ ഫോമൊക്കെ എടുത്താലും ഐ തിങ്ക് ദിസ് ഈസ് എൻ ഫെയർ ഗെയിം. ഇറ്റ്സ് എൻ ഈക്വൽ ഗെയിം ആവാൻ സാധ്യതയുണ്ട്. സോ 2-2 ഈസ് മൈ പ്രഡിക്ഷൻ. ഇറ്റ് ക്യാൻ ബിക്കം എ 3-3 അല്ലെങ്കിൽ 2-2. ഇത് ഞാൻ പറയാൻ കാരണം ഫസ്റ്റ് ഗെയിം, അതായത് ഓൾഡ് ട്രാഫോർഡ് നമ്മൾ ബോൺമൗത്ത് കളിച്ചപ്പോൾ, ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് നോ ദിസ്, നമ്മുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസിൽ മാത്രം വി ക്രിയേറ്റഡ് എ റെക്കോർഡ്. അതായത് പ്രീമിയർ ലീഗിൽ ഒരു ടീം ഫസ്റ്റ് ഹാഫിൽ എടുക്കുന്ന ഏറ്റവും കൂടുതൽ ഷോട്ട്സ് നമ്മുടെ പേരിലാണ്. 17 വട്ടമാണ് നമ്മൾ ബോൺമൗത്തിനെതിരെ ഷോട്ട് എടുത്തത് ഫസ്റ്റ് ഹാഫിൽ അറ്റ് ഓൾഡ് ട്രാഫോർഡ്. നമ്മുടെ XG പറഞ്ഞെങ്കിൽ 2.3 ആയിരുന്നു, ബോൺമൗത്തിന് വെറും 0.9 ആയിരുന്നു. പക്ഷേ എന്നിട്ടും ആ കളി നമ്മൾ 4-4 ഡ്രോ ആയി. സോ ഇൻ ദാറ്റ് സിനാരിയോ അങ്ങനത്തെ കേസസ് എടുക്കുമ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡ്രോ മാച്ച്. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഐ ഹോപ്പ് വി വിൻ ദിസ് മാച്ച്. കാരണം അടുത്ത 23 ദിവസം ഈ മാച്ചിൻ്റെ റിസൾട്ട്സിലായിരിക്കും നമ്മുടെ ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ്റെയും മൂടിയിരിക്കുന്നത്. സോ ഐ ഹോപ്പ് വി ഡെഫിനറ്റ്ലി വിൻ ദിസ് മാച്ച്. ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് എന്താണ് നിങ്ങളുടെ സ്കോർ പ്രിഡിക്ഷൻ. അതേപോലെ തന്നെ ആരായിരിക്കും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, ബ്രൂണോ ഈ കളിയിൽ അസിസ്റ്റ് നേടുമോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ചാനലിനെ. അതേപോലെ തന്നെ പുതിയ ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. നമുക്ക് വീണ്ടും മാച്ച് റിയാക്ഷനിൽ പാക്കലാം. സി യു.